അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇപ്പോൾ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഇല്ലല്ലോ. അപ്പോൾ അത് വേറെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും എല്ലാത്തിലും റുക്കൂഉം സുജൂദും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരത്തിൽ മാത്രം അത് ഒഴിവാക്കപ്പെട്ടത്, അതല്ലെങ്കിൽ അത് വരാത്തത്? അതിനെക്കുറിച്ച് പ്രത്യേകം ഇമാമികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മയ്യത്ത് നിസ്കാരത്തിൽ എന്തുകൊണ്ട് റുക്കൂഉം സുജൂദും ഒഴിവാക്കി എന്നുള്ളത്, ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളിലും, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, എല്ലാ നിസ്കാരങ്ങളിലും റുക്കൂഉം സുജൂദും ഒക്കെയുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിൽ അത് കാണുന്നില്ല എന്നുള്ളത്. അങ്ങനെ റുക്കൂഉം സുജൂദും മയ്യിത്ത് നിസ്കാരത്തിൽ കൊടുത്താൽ വിവരദോഷികളായ ആളുകൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് മയ്യത്തിനേക്കുള്ള ഒരു ആരാധനയാണ്, മയ്യത്തിനെ ആരാധിക്കുകയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതിലൂടെ അവർ പഴച്ചു പോകാനും ചിലപ്പോൾ സാധ്യതയുണ്ടാകും എന്നുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് മയ്യിത്ത് നിസ്കാരത്തിൽ ഇതുപോലെ റുക്കൂഉം സുജൂദും ഒഴിവാക്കിയത് എന്നുള്ളത് മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരി വിശദീകരിച്ചുകൊണ്ട് ഇർഷാദു സ്വാരിയിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് കണ്ടു. ഇർഷാദു സ്വാരിയുടെ 3-ാം വാള്യം ഇതിൻ്റെ 78-ാമത്തെ പേജിൽ അധ്യായം തന്നെ ബാബു സുന്നത്തി സ്വലാത്തി അലൽ ജനാസത്തി ഉണ്ടോ, മയ്യിത്ത് നിസ്കാരത്തിലുള്ള സുന്നത്തുകളൊക്കെ വിശദീകരിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം ഉണ്ട്. അതിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, വ ഇന്നമാലം യകുൻ ഫീഹാ റുക്കൂഉൻ വലാ സുജൂദുൻ. മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഇല്ല. മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഇല്ല. എന്തേ കാരണം? ലി അല്ലാ യതവഹമ ബഅദുൽ ജഹലത്തി ഉണ്ടോ, വിവരദോഷികളായ ചില വിവരമില്ലാത്ത ആളുകൾ അവർ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവാം, അന്നഹ ഇബാദത്തുല്ലിൽ മയ്യത്തി, ഇത് മയ്യത്തിനെ ആരാധിക്കുകയാണ്. കാരണം ഈ റുക്കൂഉം ഈ സുജൂദും ഒക്കെ ആകുമ്പം അതൊരു മയ്യത്തിനുള്ള ഒരു ആരാധനയാണോ എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഫയളുബിദാലിക്ക്, അതുകൊണ്ട് അവർ വേവേച്ച് പോകല്ലേ. കാരണം മയ്യത്തിനെ ആരാധിക്കൂലല്ലോ, ആരാധന മുഴുവനും അല്ലാഹു തആലാക്ക് തന്നെയല്ലേ ഉള്ളൂ. അപ്പം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മയ്യത്തിനൊരു ആരാധന, അപ്പം അങ്ങനെ ഒരു ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതിലൂടെ അവരൊക്കെ വൈവേച്ച് പോകാനും സാധ്യതയുണ്ട്. അപ്പം എല്ലാ സാധ്യതകളും അടക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു ലക്ഷ്യം. ഇതിൽ നിന്നല്ല ഏതൊരു സംഗതിയുടെയും പിന്നിലുള്ള ഹിക്മത്തുകളും തന്ത്രങ്ങളും രഹസ്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും അതിൻ്റെതായ ഓരോ രൂപത്തിലും അതിൻ്റെ മട്ടത്തിലും കോർവയിലുമാണ് വെച്ചത്. അതിലൊക്കെ നമുക്ക് ചിലപ്പോൾ വിവരം ഉണ്ടായില്ല എന്നൊക്കെ വരും. ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്നൊക്കെ വരാം. പക്ഷെങ്കിൽ ഓരോന്നിൻ്റെയും പിന്നിൽ എന്തുണ്ട്, അതിൻ്റെതായ ഒരു വ്യക്തമായിട്ട് കാരണമൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടുത്തെ ഒരു കാരണമായിക്കൊണ്ട് പറയുന്നത് അങ്ങനെ തെറ്റിദ്ധാരണയുടെ വാതിൽ തന്നെ അടക്കലാണല്ലോ പൊതുവെ ഇസ്ലാം. അപ്പം ആയതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ റുക്കൂഉം സുജൂദും ഒഴിവാക്കിയത് എന്ന് പറയുന്നു. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർഷാദുസ് സ്വാരിയിൽ പറയുന്നത് കണ്ടു കേട്ടോ.